നമസ്കാരം. വളരെ ആസൂത്രിതമായ ജയിൽ ചാട്ടമായിരുന്നു ഒറ്റക്കയ്യൻ ഗോവിന്ദച്ചാമി ഇന്നലെ നടത്തിയത്. ഇതിന് മാസങ്ങൾ നീണ്ട മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നു ഗോവിന്ദച്ചാമി. പോലീസ് പിടിയിലായ ശേഷം ഗോവിന്ദച്ചാമി നടത്തിയ വെളിപ്പെടുത്തലുകളുടെ വിശദാംശങ്ങൾ പുറത്തുവരുമ്പോൾ ആരായാലും മൂക്കത്ത് വിരൽ വെക്കും. അത്രയ്ക്ക് സമർത്ഥമായാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തത്. രണ്ട് മനസ്സായിരുന്നു ജയിൽ ചാട്ടത്തിന് ഉണ്ടായിരുന്നത്. എന്തായാലും ജയിൽ ചാട്ടത്തിന്റെ കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഗോവിന്ദച്ചാമി തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ആദ്യ രണ്ട് മതിലുകൾ ചാടിക്കഴിഞ്ഞ് ഏറ്റവും പുറത്തെ മൂന്നാമത്തെ കൂറ്റമതിൽ കണ്ടപ്പോൾ ജയിലിലേക്ക് തിരികെ കയറാൻ ആലോചിച്ചിരുന്നതായി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ മൊഴി നൽകുന്നുണ്ട്. എന്നാൽ ജയിൽ ചാടിയാൽ 6 മാസത്തെ തടവ് ശിക്ഷ മാത്രമേ ലഭിക്കൂ എന്ന് തടവുകാരൻ മുൻപ് പറഞ്ഞത് ഓർത്തു. ഇതോടെ മനസ്സിനെ വീണ്ടും പരുവപ്പെടുത്തി രണ്ടും കൽപ്പിച്ച് പുറത്തേക്ക് ചാടുകയായിരുന്നു. കൃത്യമായ ആസൂത്രണമാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാട്ടത്തിനായി നടത്തിയത്. കയ്യിൽ കരുതിയിരുന്ന ഒരു അരം ഉപയോഗിച്ച ഇരുമ്പ് തകിടിൽ സ്വയം നിർമ്മിച്ച പല്ലുകളുള്ള ബ്ലേഡാണ് അഴികൾ മുറിക്കാൻ ഉപയോഗിച്ചതെന്നാണ് ഗോവിന്ദച്ചാമി മൊഴി നൽകിയിരിക്കുന്നത്. 3 മാസത്തോളം സമയമെടുത്ത് അഴി മുറിച്ചു തീർന്ന് വ്യാഴാഴ്ച രാത്രി തന്നെ പുറത്തു കടന്നു. മതിൽ ചാടുമ്പോൾ വസ്ത്രങ്ങൾ ഇരുമ്പ് കമ്പിയിൽ ചുറ്റി വൈദ്യുതി വേലിയിൽ പലവട്ടം തൊട്ട് വൈദ്യുതി പ്രവാഹമില്ലെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തി. റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് പദ്ധതിയിട്ടിരുന്നത്. ഒരു ഓട്ടോ ഡ്രൈവറോട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി ചോദിച്ചു. അയാൾ കാട്ടിയ വഴി അല്പം നടന്നപ്പോൾ വഴി തെറ്റി. ഓട്ടോറിക്ഷ പിടിക്കാൻ കയ്യിൽ പണമില്ലാതെ പോയതാണ് തിരിച്ചടിയായത്. ഒരു 3/4 മണിക്കൂർ നടന്നാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താമെന്നായിരുന്നു കരുതിയതെങ്കിലും വഴി തെറ്റിയത് കാരണം സമയം പോയി. പിന്നീട് ഒരു ചായക്കടക്കാരനോട് വഴി ചോദിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുമ്പോൾ നേരം വെളുത്തു. ഇടയ്ക്കൊരു ബൈക്ക് യാത്രക്കാരനോടും വഴി ചോദിച്ചു. അയാൾക്ക് തോന്നിയ സംശയത്തിൽ നിന്നാണ് ഗോവിന്ദച്ചാമി പിടിയിലാകുന്നത്. തുണികൾ കൂട്ടിക്കെട്ടിയ വടത്തിലൂടെ താഴേക്കിറങ്ങുന്നതിന് 2 കാലും 1 കൈയും ഉപയോഗിച്ചതിന് പുറമെ വായ കൊണ്ട് വടത്തിൽ കടിക്കുകയും ചെയ്തു. മുൻപ് ഒപ്പമുണ്ടായിരുന്ന തടവുകാരനോട് ജയിൽ ചട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നതായി ഗോവിന്ദച്ചാമി പോലീസിനോട് വെളിപ്പെടുത്തി. എന്നാൽ അയാൾക്ക് മാനസിക ദൗർബല്യം ഉണ്ടായിരുന്നതിനാലാകണം പുറത്തു പറഞ്ഞില്ല. ഇന്നലെ അറസ്റ്റിലാകുമ്പോൾ 55 കിലോഗ്രാം മാത്രമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഭാരം. 15 കിലോയിലേറെ ഭാരമാണ് കുറച്ചത്. ജയിൽ ചാട്ടം മാത്രമല്ല, കേരള പോലീസിനെ നാണം കെടുത്താൻ പോലും ഗോവിന്ദച്ചാമി പദ്ധതിയിട്ടിരുന്നു. തമിഴ്നാട്ടിലേക്ക് കടന്ന് മോഷണം നടത്തി ജീവിക്കുകയായിരുന്നു ലക്ഷ്യമെന്ന് ഗോവിന്ദച്ചാമി പോലീസിനോട് പറഞ്ഞു. പരോൾ പോലും നൽകാത്തതിൽ കടുത്ത അമർഷമുണ്ട് ഗോവിന്ദച്ചാമിക്ക്. തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുമ്പോൾ പോലീസിനെ കളിയാക്കി വീഡിയോ ചെയ്യാൻ പോലും പദ്ധതിയുണ്ടായിരുന്നു. ഈ പദ്ധതിയെല്ലാം കണ്ണൂരുകാരുടെ മുൻകരുതൽ തട്ടി തകരുകയാണുണ്ടായത്. പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ ശിക്ഷാ കാലാവധി ഏതാണ്ട് അവസാനിക്കാറായിട്ടും ഗോവിന്ദച്ചാമിക്ക് മാനസാന്തരം ഉണ്ടായിരുന്നില്ല. 2010 നവംബർ 11-നാണ് ഗോവിന്ദച്ചാമി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയത്. അതീവ സുരക്ഷയുള്ള 10-ാം നമ്പർ ബ്ലോക്കിലെ ഡി സെല്ലിലാണ് പാർപ്പിച്ചിരുന്നത്. കേരളം നടുങ്ങിയ കൊടും ക്രൂരതയെപ്പറ്റി സഹതടവുകാരും ജയിൽ ജീവനക്കാരും കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ അവരോട് കയർത്തും ക്ഷുഭിതനായും പൊട്ടിത്തെറിക്കുന്ന ഗോവിന്ദച്ചാമിയെ കാണാറുണ്ടെന്നും ജീവനക്കാർ പറയുന്നു. മറ്റു ചിലപ്പോൾ ചിരിച്ചുകൊണ്ടായിരിക്കും പ്രതികരണം. തന്റെ മാനസിക നില തകരാറിലാണെന്ന് വിശ്വസിപ്പിക്കാൻ വേണ്ടി ഇയാൾ പലപ്പോഴും ശ്രമം നടത്തിയിരുന്നു. കുറ്റബോധത്തിന്റെ കണിക പോലും ആ മുഖത്ത് കാണാറില്ല. ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും മുറുകെ പിടിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ ഒരു മന്ത്രവാദിയുടെ അനുഗ്രഹമുണ്ടെന്നും തന്നെ കൊല്ലാൻ ആർക്കും സാധിക്കില്ലെന്നും ഗോവിന്ദച്ചാമി പറയുന്നു. ജയിൽ ജീവനക്കാരോട് നിരന്തരം കലഹിക്കുന്ന സ്വഭാവമാണെങ്കിലും അടുത്ത കാലത്തായി ശാന്തനായിരുന്നു. ജയിൽ ചാടുകയെന്ന ആഗ്രഹം എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു ഗോവിന്ദച്ചാമി. സുഖ സൗകര്യങ്ങൾക്കും നല്ല ഭക്ഷണത്തിനു വേണ്ടി ജയിൽ ജീവനക്കാരുമായി നിരന്തരം കലഹിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ. എന്തായാലും വലിയ രീതിയിലുള്ള ഉദ്യോഗസ്ഥ വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്.